ഹായ് ഫ്രണ്ട്സ്, ഒരു ഫിഷ് ബിരിയാണി ഉണ്ടാക്കിയാലോ? നല്ല അയക്കൂറ കിട്ടിയിട്ടുണ്ട്. അയക്കൂറ മുറിച്ച് കഴുകി വൃത്തിയാക്കി അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഫിഷ് മസാല, കുരുമുളക് പൊടി, ഉപ്പ്, കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് നന്നായി പുരട്ടി യോജിപ്പിച്ച് വെക്കുക. അതിലേക്ക് കുറച്ച് നാരങ്ങ നീരും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ റസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനുശേഷം ഒരു ചീനച്ചട്ടി അടുപ്പത്തിൽ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയ ശേഷം ഒരു കമ്പ് കറിവേപ്പിലയിട്ട് ഓരോ മീൻ കഷ്ണവും അതിലേക്ക് ഇടണം. ഒരുപാട് മുരിച്ചെടുക്കാതെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇനി ഈ ഫ്രൈ ചെയ്ത മീൻ മാറ്റി വെച്ച് ബിരിയാണിക്കുള്ള മസാല തയ്യാറാക്കാം. അതിനുവേണ്ടി സവോള സ്ലൈസ് ചെയ്തത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് അരിഞ്ഞത്, പച്ചമുളക് ചതച്ചത്, തക്കാളി ചെറുതായി അരിഞ്ഞത്, ഇത്രയും മതി. ഇനി ഒരു വലിയ ചെമ്പ് അടുപ്പിൽ വെച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ഓരോന്നായി ഇടാം. ആദ്യം സവോള നല്ലപോലെ വഴറ്റിയെടുക്കണം. വേഗം വഴറ്റി കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. പിന്നീട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് ചതച്ചത് ചേർത്ത് നന്നായി ഇളക്കി പച്ചമണം മാറിയതിന് ശേഷം തക്കാളി കൂടി ചേർത്ത് വേവിച്ചെടുക്കണം. ഇനി മസാലപ്പൊടികൾ ചേർക്കാം. ബിരിയാണിക്കായതുകൊണ്ട് ഞാൻ ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാലയും ഉപ്പും മാത്രമാണ് ചേർത്തത്. ഇതെല്ലാം ചേർത്ത് നന്നായി യോജിപ്പിച്ചതിന് ശേഷം നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച മീനിലേക്ക് ഈ മസാല ചേർത്ത് വെക്കണം. ചെമ്പിലേക്ക് കുറച്ച് നെയ്യും ഓയിലും ഒഴിച്ച് കറുവപ്പട്ട, ഗ്രാമ്പൂ, ഏലക്കായ തുടങ്ങിയ മസാലകളൊക്കെ ചേർത്ത് ഒന്ന് യോജിപ്പിച്ചെടുക്കണം. അതിനുശേഷം ബിരിയാണിക്കുള്ള അരി ഈ വഴറ്റി വെച്ച മസാലയിലേക്ക് ഇട്ട് ഒന്ന് നെയ്യും ഓയിലും ഈ മസാലകളും ഒക്കെ കൂട്ടി യോജിപ്പിച്ച് ഒന്ന് ചെറുങ്ങനെ ഒന്ന് മൊരിച്ചെടുക്കണം. അതായത് ഒരുപാട് മൊരിയാൻ വേണ്ട, ജസ്റ്റ് ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ആ അരിയുടെ നനവൊന്ന് മാറിക്കിട്ടണം. അങ്ങനെ ആക്കിയതിന് ശേഷം 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന അളവിൽ തിളച്ച വെള്ളം ഒഴിച്ച് നന്നായി ഇളക്കി ചെറു തീയിൽ അടച്ചു വെച്ച് വേവിക്കണം. അരി ഒന്ന് വെന്തതിന് ശേഷം ദമ്മിട്ടാൽ നല്ല അടിപൊളി ഫിഷ് ബിരിയാണി റെഡി. പിന്നെ ഒരു നല്ല ഇലയൊക്കെ വിരിച്ച് സലാസും അച്ചാറും പപ്പടവും ചിക്കൻ പൊരിച്ചതൊക്കെ കൂടി ഇതൊക്കെ തിന്നിട്ട് പിന്നെ കാണാം.